ഒരു നാടിൻ്റെ സ്വപ്ന സാക്ഷാത്കാരം എന്ന് നമ്മൾ പറയത്തില്ലേ, അതാണ് ഇപ്പോൾ എൻ്റെ പിന്നിൽ കാണുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ പെരുമ്പഴത്തെ ജങ്കാറിലും എൻ്റെ പിന്നിൽ കാണുന്നത് സർക്കാരിൻ്റെ ഗതാഗത സൗകര്യമായിട്ടുള്ള ബോട്ടുമാണ്. അപ്പോൾ ഈ ബോട്ടും അതേപോലെ തന്നെ ഈ ജങ്കാറും വെച്ചാണ് ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ഗതാഗത സൗകര്യം നടത്തിക്കൊണ്ടിരുന്നത്. എൻ്റെ പിന്നിൽ കാണുന്നത് അതാണ് ഇപ്പോഴത്തെ പെരുമ്പഴം പാലം. ആ പാലത്തിലൂടെയാണ് ഏകദേശം 140 കോടി രൂപയോളം മുടക്കി ഒരു വികസന പദ്ധതി കേരള സർക്കാർ, പിണറായി വിജയൻ്റെ സർക്കാർ കൊണ്ടുവന്നത്. ഇത് നേരത്തെ അരീക്കുറ്റി പഞ്ചായത്തായിരുന്നു, ഇപ്പോഴാണ് ഇത് പെരുമ്പഴം പഞ്ചായത്തായിട്ട് മാറിയത്. അപ്പോൾ ആ ജനങ്ങളുടെ ഏറെക്കാലത്തെ, അതായത് ഇവിടുത്തെ ആളുകളോട് സംസാരിക്കുമ്പോഴത്തേനും ഇവർ പറയുന്നത് പണ്ട് തോണിയായിരുന്നു, അതിനുശേഷം ബോട്ട് സർവീസ് വന്നു, അതിനുശേഷം ജങ്കാർ വന്നു. ഇപ്പോൾ അതാ അവരുടെ ഏറ്റവും വലിയ സ്വപ്ന സാക്ഷാത്കാരമായിരിക്കുന്നു. കാലങ്ങളോളമുള്ള, അതായത് ഇപ്പോൾ ഈ ഒരു ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഇന്നൊരു ആഘോഷ രാവ് കൂടിയാണ് ഈ പെരുമ്പഴത്തെ ഈ ഒരു പാലത്തിൻ്റെ. നമുക്കത് വരുമ്പോൾ കാണാൻ സാധിക്കും. വളരെ സുന്ദരമായിട്ടുള്ള ഒരു ഗ്രാമപ്രദേശം കൂടിയായിരുന്നു പെരുമ്പഴം. കാരണം എൻ്റെ പിന്നിൽ കാണുന്ന കായൽ, അതേപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങൾ ഒക്കെ തന്നെ. ഇപ്പോൾ ഇവിടുത്തെ ആളുകളോട് സംസാരിക്കുമ്പോഴത്തേന് ഇവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോൾ ഇവരൊരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ ഒരു വലിയ ഹോസ്പിറ്റലിലോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഈ രാത്രി കാലങ്ങളിലൊക്കെ. അപ്പോൾ അവരുടെ ആ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിക്കൊണ്ട് ഒരു ചെറിയ ഗ്രാമത്തിന് വേണ്ടി 140 കോടി, ഓർക്കണം, കേരളത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഒരു പാലം ഒരു ഗ്രാമത്തിന് സർക്കാർ സമർപ്പിച്ചു എന്നുള്ളതാണ്. അപ്പം ഇതിൽ പരം ഒരു വലിയ കാര്യം എന്തു വേണം? കാരണം അത്രയ്ക്കും ഒരു കാഴ്ചപ്പാടോടെ പോകുന്ന ഒരു സർക്കാരാണ് നമ്മുടെ ഇടതുപക്ഷ സർക്കാരും നമ്മുടെ കേരള മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി ഈ പാലം ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ ആ പാലത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പ് നേരത്തെ ഇവരെങ്ങനെയായിരുന്നു സഞ്ചരിച്ചു എന്നുള്ളതും സഞ്ചരിച്ചു കൊണ്ടിരുന്നതും ഒക്കെയുള്ള കാര്യങ്ങൾ ഞങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. ഈ എൻ്റെ പിന്നിൽ കാണുന്ന കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാനിപ്പോൾ ഈ നടന്നു പോകുന്നത് പോലും ജങ്കാറിലൂടെയാണ്. ജങ്കാർ സൗകര്യത്തിലും ഈ ബോട്ട് സൗകര്യത്തിലും ഒക്കെയാണ് ഇവർ നമുക്ക് പെരുമ്പളം മാർക്കറ്റ് ജെട്ട് എന്ന് എഴുതി വെച്ചേക്കുന്നത്. ഇവിടുന്ന് നേരെ പോയാൽ ഹോസ്പിറ്റലാണ്, അവിടുന്ന് നേരെ പോയി കഴിഞ്ഞാലാണ് നമ്മൾ ഈ പാലത്തിലോട്ട് ചെല്ലുന്നത്. അപ്പം വിശാലമായിട്ടുള്ള ഒരു പ്രദേശവും അതേപോലെ തന്നെ വളരെ സുന്ദരമായിട്ടുള്ള ഒരു പ്രദേശവുമാണ് ഈ പെരുമ്പഴം. നമ്മൾ എന്നിപ്പോൾ ഈ പെരുമ്പഴം പാലത്തിൻ്റെ ഉദ്ഘാടനത്തിന് വന്നപ്പോൾ തന്നെ ഈ പിന്നിൽ കാണുന്ന ബോട്ടാണ് ഇവർ ആശ്രയിച്ചിരിക്കുന്നതും അതേപോലെ തന്നെ ഈ ജങ്കാറുമാണ്. അപ്പോൾ 140 കോടി രൂപ മുടക്കി നമ്മൾ ഈ പദ്ധതി കൊണ്ടുവരുമ്പോൾ തന്നെ ഈ പദ്ധതിക്കകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇവർ വാഹനങ്ങൾ ഗതാഗതത്തിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ ജങ്കാറാണ്. ഈ ജങ്കാർ സൗകര്യത്തിലാണ് ഇവർ ഈ ഗതാഗതം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ കാണുന്ന നേരെ കാണുന്നത് നമ്മുടെ പെരുമ്പഴം പാലമാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് നെടുകുന്നത്തുനിന്ന് ഞാനും നിഖിലും ശരത്തും ഞങ്ങൾ 3 പേരുടെ ഇതിൻ്റെ ഉദ്ഘാടനവും അതേപോലെ തന്നെ ഈ ഒരു പാലത്തിൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ കാണുവാൻ വേണ്ടി ഞങ്ങൾ നെടുകുന്നത്തുനിന്ന് പോകുന്ന പോര് ചെയ്യേണ്ട. ഇപ്പോൾ ഇനിയിപ്പോൾ ഇവർക്കെല്ലാം സുഗമമായിട്ട് അവനവൻ്റെ സ്വന്തം വാഹനത്തിൽ പോകാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ സർക്കാരിൻ്റെ ബോട്ട് സർവീസ് ഇവിടെ വന്ന് ഇവരെല്ലാം ഈ ബോട്ടിനെയും ഈ ജങ്കാറിനെയുമാണ് ഈ ഗ്രാമത്തിലെ ആളുകൾ ആശ്രയിച്ചുകൊണ്ടിരുന്നത്.